അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ദ ഏജ് ഓഫ് മൈഥിലി ആൻഡ് പൂജ ഈസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:6. After 5 years, the ratio of their ages will become 6:8. Find the average of their ages after 10 years. അപ്പോൾ പ്രസൻ്റ്ലി അവരുടെ ഏജിൻ്റെ റേഷ്യോ 2:6 ആണെന്ന് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 5 ഇയേഴ്സ് അവരുടെ റേഷ്യോ എത്രയായിരിക്കും? 6:8 എന്നും തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഇവരുടെ ഏജസിൻ്റെ ആവറേജ് എത്ര വർഷത്തിന് ശേഷം? 10 വർഷത്തിന് ശേഷം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് അതിൽ തന്നേക്കുന്ന ഡേറ്റാസ് മനസ്സിലാക്കാം. ബിക്കോസ് ഇത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ആവറേജസ്, അങ്ങനെ പിന്നെ ഏജ്, ആ എല്ലാ ചാപ്റ്ററും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കപ്പോഴും. ആൻഡ് ദിസ് വെരി ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലും കാണാൻ പറ്റും. സോ ആദ്യം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 2:6 ആണ്. ആഫ്റ്റർ 5 ഇയേഴ്സ് ഇറ്റ് വിൽ ബിക്കം 6:8 ഓർ 3:4. രണ്ട് സെയിം തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടത് മൈഥിലിയുടെ ഏജ് 2x ആയിട്ട് എടുക്കുക, പൂജയുടെ ഏജ് 6x ആയിട്ടും എടുക്കുക. എന്നിട്ട് അടുത്ത 5 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും ഏജ് മൈഥിലിക്ക്? 2x + 5 മീൻസ് 5 വയസ്സ് കൂടും. പിന്നെ പൂജയ്ക്ക് 6x + 5. 6x + 5 എന്ന് പറഞ്ഞാൽ കറണ്ട് ഏജ് 6x ആണ്. 5 വർഷം കഴിയുമ്പോൾ ഒരു 5 വയസ്സും കൂടി കൂടും. ദാറ്റ് മീൻസ് 6x + 5. നമുക്ക് തന്നിട്ടുണ്ട് അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ എത്രയായിട്ട് തന്നിട്ടുണ്ട്? 6:8 അല്ലെങ്കിൽ 3:4. അപ്പോൾ 2x + 5 ഡിവൈഡഡ് ബൈ 6x + 5 ഈസ് ഈക്വൽ ടു 6/8 ഓർ 3/4. അപ്പോൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് എക്സിന് സോൾവ് ചെയ്യാം. എക്സിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എത്ര? എക്സ് ഈസ് ഈക്വൽ ടു 0.5 എന്ന് കിട്ടും. അപ്പോൾ കറണ്ട് ഏജ് മൈഥിലിയുടെയും പൂജയുടെയും കറണ്ട് ഏജ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മൈഥിലിയുടെ കറണ്ട് ഏജ് എത്ര? 2 × 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 1. ആൻഡ് പൂജാസ് കറണ്ട് ഏജ് ഈസ് 6 × 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 3. അടുത്ത 10 വർഷം കഴിയുമ്പോൾ അവർക്ക് എത്രയായിരിക്കും വയസ്സ്? 10 വർഷം കഴിയുമ്പോൾ മൈഥിലിക്ക് 11 വയസ്സും പൂജയ്ക്ക് 13 വയസ്സും. അവർ ആവറേജ് എത്രയായിരിക്കും? 11 + 13 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനും അങ്ങനെ ഏജസ് ഒന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും ഈ ക്വസ്റ്റ്യൻസിൽ.